കൊല്ലം ജില്ലയിൽ മഴ ശക്തം. പുലർച്ചെ തുടങ്ങിയ മഴ നിർത്താതെ പെയ്യുകയാണ്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കനത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണോ? കനത്ത മഴ തന്നെയാണ് കൊല്ലത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം നഗരത്തിലെ കടപ്പാക്കട എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ദൃശ്യങ്ങളിൽ KPക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. അത്രയധികം രൂക്ഷമായ വെള്ളക്കെട്ട് നേരിടുന്നുണ്ട്. ഓടകൾക്ക് മുകളിലൂടെ വെള്ളം ഒഴുകി നിൽക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കുറച്ച് ചാക്കുകെട്ടുകൾ ഒഴുകി നീങ്ങുന്നതൊക്കെ KPക്ക് കാണാൻ കഴിയും. ഇത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചിട്ട് വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അവസ്ഥയൊന്നും നേരത്തെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ശേഖരിച്ച മാലിന്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത്, ഒരു സ്കൂളിനടുത്ത്, DKDM സ്കൂളിനടുത്ത് ഇങ്ങനെ റോഡിൽ ഒഴുകി നടക്കുന്നത്. അപ്പോൾ അത്രയധികം വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമാണ്. നമ്മളിപ്പോൾ ഒരു അടുത്തേക്ക് നമ്മൾ പോകുകയാണ്. വീടിനുള്ളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇത്രയും ഭാഗത്തെ വെള്ളം നിൽക്കുന്നു. അല്പം കൂടി ഇതായാലും അകത്തേക്ക് വെള്ളം കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചേട്ടാ, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ്. ഇവിടെ ചെറിയ ഒരു മഴ പെയ്താൽ ഈ റോഡ് തീരുന്നത് ഒരു കിലോമീറ്ററോളം അകലെ വരെ ഈ ലെവലിൽ വെള്ളമാണ്. ഈ ഒരു 10-20 വണ്ടികൾ തന്നെ ഇന്ന് രാവിലെ ഇവിടെ കേടായി പോയിട്ടുണ്ട്. അത് അശാസ്ത്രീയമായ ഓട നിർമ്മാണം. പിന്നെ നിങ്ങൾ കണ്ടില്ല, ഹരിതകർമ്മസേനയുടെ ചാക്കുകെട്ടുകൾ, ഈ ചാക്കിൽ നിന്ന് വീഴുന്ന വേസ്റ്റ് മൊത്തം റോഡൊക്കകത്ത് അടഞ്ഞു കിടക്കുക. ഇത് ക്ലീനിങ് നടക്കുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് ഈ റോഡ്, ഈ പ്രധാന സ്കൂളാണിത്. TKDM എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ പ്രധാന സ്കൂളാണ്. PSC എക്സാമുകൾ, +2 വരെ ഉള്ള സ്കൂളുകളാണ്. ഇവിടെ നിരന്തരം ഈ റോഡ് ഈ വിഷയങ്ങളാണ്. ഈ എത്ര അധികാരികൾ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും ഈ റോഡിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഈ അധികാരികൾക്ക് നടന്നിട്ടില്ല. KP, അങ്ങനെയാണ് ഇവിടെ ഈ മാലിന്യം നീക്കം ചെയ്യാത്തത്, കൃത്യസമയത്ത് നീക്കം ചെയ്യാത്തത്, അശാസ്ത്രീയമായ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതൊക്കെ ഓടകൾക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളുടെ മുട്ടിന് തൊട്ട് താഴെ വരെ വെള്ളം ഉണ്ട്. കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഇനിയും രൂക്ഷമായ അവസ്ഥയാണ് ഇവിടുത്തുകാർ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി. നമുക്ക് റോഡിൽ കൂടെ നടക്കുന്നതിന് തന്നെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം അത്രയധികം വെള്ളം ഇവിടെ ഈ റോഡിലുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഇത്രത്തോളമാണ് വെള്ളം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജനജീവിതം, അവിടുത്തെ പരിസര വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴുള്ളത്. അപ്പോൾ കൂടുതൽ ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്, അല്ലേ? ഉറപ്പായും KP, കാരണം ഈ വേനൽ സമയത്ത് തന്നെ, പ്രത്യേകിച്ച് വേനൽ മഴ ആരംഭിക്കുന്നതിന് മുൻപ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട കൊല്ലം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയെന്നുള്ള വാർത്ത നമ്മൾ പലപ്പോഴും നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഇതൊരു കൊല്ലത്തിൻ്റെ നഗര ഹൃദയമാണ്. ഈ നഗര ഹൃദയത്തിലാണ് ഇത്രയധികം ഒരു വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുറച്ചുകൂടി നേരം മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ, കാരണം ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ അത് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇടവിട്ടെങ്കിലും ചെറിയ സമയത്ത് മാത്രം ചെറുതായി ശക്തി കുറയുന്നതിനപ്പുറത്തേക്ക് മഴയിൽ കാര്യമായ കുറവില്ല. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഈ മേഖലയിലൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറാം. അങ്ങനെയെങ്കിൽ കൊല്ലം കോർപ്പറേഷനുള്ളിൽ തന്നെ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഈ പട്ടത്താനം പോലെയുള്ള മേഖലകളിൽ, ശക്തികുളങ്ങര പോലെയുള്ള മേഖലകളിലൊക്കെ വീടുകളിലേക്കുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ കുഴിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. KP, അത്രയും അവിടെ കുഴിയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ അത്രയധികം വെള്ളം എൻ്റെ വീടിൻ്റെ ഫുള്ള് വെള്ളം കയറിയോ? വീടിനകം ഫുള്ള് വെള്ളം കയറി. എന്നിട്ട് രാവിലെ ഒരു 7 മണി 7:20 ആയപ്പോഴത്തേക്കും ഫുള്ള് വെള്ളമായി. വീട്ടിൻ്റെ അകത്തെല്ലാം വെള്ളമായി. ഇത് താഴ്ന്ന് ഇവിടെ ഈ ഓടയുണ്ട്. വലിയ ഓടയാണ്. പക്ഷേ ഈ ഓട ചെന്ന് ചേരുന്ന സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിനകത്തൂടെ അത് വീതി കുറവാണ്, വളരെ ആഴവും കുറവാണ്. അപ്പോൾ അതിനകത്തൂടെ വെള്ളം പോകാൻ ഭയങ്കര താമസമാണ്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കൂടെ. വണ്ടി എങ്ങനെ ഓടിച്ചു പോകാനാ? ഇപ്പം എന്തായാലും പോയെങ്കിലല്ലേ പറ്റൂ, ആവശ്യത്തിന് പോയെങ്കിലല്ലേ പറ്റൂ. അവിടെ വീട്ടിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറി. ഇനിയിപ്പോൾ ഒരു മഴയും കൂടെ പെയ്യാന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് വെള്ളം കയറും. ഇപ്പം ഇങ്ങനെയാണ് ഈ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റിക്കുള്ളിൽ, കൊല്ലം കോർപ്പറേഷനുള്ളിൽ നഗരഹൃദയത്തിൽ തന്നെയാണ് ഇത്രയധികം ജലം ഒരു സ്ഥലത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് KP ഇവിടെ ഒരു കുഴിയുണ്ട്. കാരണം വാഹനങ്ങൾ വന്നാൽ അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വാഹനങ്ങളൊക്കെ ഈ കുഴിയിലൊക്കെ പെട്ടുപോയാൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ
അത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായി ഈ കടപ്പാക്കട ഭാഗത്ത് രൂക്ഷമായി തന്നെ തുടരുകയാണ് KP. യെസ്, അതിശക്തമായ മഴയുമാണ് തുടരുന്നത്. ഇപ്പോൾ വെള്ളക്കെട്ട് ഈ ഒരു ഭാഗത്ത് രൂക്ഷമാണ്. ജനജീവിതം കൂടുതൽ ദുസ്സഹമായി കഴിഞ്ഞു. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.